അജ്മാനിലെ ഏറ്റവും പ്രശസ്തമായ ചായക്കട എന്ന റെസ്റ്റോറന്റിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം വിവരിക്കാം. അസ്സലാമലൈക്കും. താഹോ, നിന്നെ കൊറേ കാത്തുന്നല്ല, നീ എവിടെ? നീ ഇങ്ങോട്ടേക്ക് വരുന്നില്ലെങ്കിൽ നിന്റെ ലൊക്കേഷനേക്ക് ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഇത് നാട്ടുകാരനും സുഹൃത്തുമായ ഇസ്മായിൽ ഷാ എന്ന NKP ഇസ്മായിൽ സാഹിബിന്റെ ഇളയ മകൻ സുൽത്താൻ അയച്ച വോയിസ്. എൻ്റെ ഇളയ മകൻ ത്വാഹയെ കാണാനുള്ള സുൽത്താന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി അജ്മാനിൽ മറ്റൊരാവശ്യത്തിനായി പോയപ്പോൾ ഇസ്മായിൽ ഷാനെ വിളിച്ചപ്പോൾ അദ്ദേഹവും കുടുംബവും അജ്മാനിലെ പ്രശസ്തമായ ചൈന മാളിലാണെന്ന് പറഞ്ഞു. എങ്കിൽ കൂടിച്ചേരലും അവിടെ തന്നെയാക്കാമെന്ന് ഞങ്ങൾ കരുതി. ഞാനും എൻ്റെ കുടുംബവും ഇസ്മായിൽ ഷാനെയും കുടുംബത്തെയും കാണാനായി അജ്മാൻ ചൈന മാളിലെത്തി. UAE എന്ന ഈ മഹത്തായ രാജ്യത്ത് പ്രവാസ ജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 പതിറ്റാണ്ടിലേറെ ആയെങ്കിലും ഇതുവരെ അജ്മാനിലെ പ്രശസ്തമായ ചൈന മാള് സന്ദർശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കൂടിച്ചേരൽ വഴി അതും സാധിച്ചു. പലവരും ഇവിടെ വരണമെന്നും കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പല പല കാരണങ്ങളാൽ അത് മുടങ്ങുകയായിരുന്നു. ദുബായിലെ ഡ്രാഗൺ മാർട്ടിന്റെ അത്ര വലിപ്പമില്ലെങ്കിലും അജ്മാനിലെ വലിയ ഷോപ്പിംഗ് സെന്ററുകളിലൊന്നാണ് അജ്മാൻ ചൈന മാൾ. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, മറ്റ് അറബ് വംശജരൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. സമയം രാത്രി 7 മണി കഴിഞ്ഞതിനാൽ സാമാന്യം തിരക്കുണ്ടായിരുന്നു അജ്മാൻ ചൈന മാളിൽ. മാസങ്ങൾക്ക് ശേഷമുള്ള കൂടിച്ചേരലിന്റെ സന്തോഷവും കുശലാന്വേഷണം പറച്ചിലും ചെറിയ തോതിലുള്ള ഷോപ്പിങ്ങുമൊക്കെ കഴിഞ്ഞ് അജ്മാൻ ചൈന മാളിൽ നിന്നും ഞങ്ങൾ പുറത്തു കടക്കുമ്പോൾ സമയം 10:30. ഇനി ഭക്ഷണം കഴിച്ചിട്ട് തന്നെ പിരിയാമെന്നും അജ്മാൻ ലുലുവിന്റെ സമീപത്തായി ചായക്കട എന്ന പ്രശസ്തമായ റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്നും ഇസ്മായിൽ ഷാ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ചായക്കട റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ചു. ഏകദേശം 70ഓളം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഈയൊരു റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കായിരുന്നു. അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പാകത്തിൽ സ്ഥലം സൗകര്യപ്പെടുത്തി വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ഫുഡ് എത്തിച്ച് നല്ല സർവീസിലൂടെ ഇവിടെ കാണുന്ന തിരക്കിന്റെ കാരണം റെസ്റ്റോറൻറ്റിന്റെ സാരഥികൾ പറയാതെ തന്നെ ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതോ നിർണയിക്കുന്നതോ ഉപഭോക്താവിനോട് കാണിക്കുന്ന സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. രുചിയൂറും വിഭവങ്ങൾ, എല്ലാ തരക്കാർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന വില നിലവാരം, കസ്റ്റമേഴ്സിനോടുള്ള നല്ല സമീപനവും സർവീസും കൊണ്ടുമെല്ലാം ചായക്കട എന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് വേറിട്ട് നിൽക്കുന്നു എന്ന് പറയാതെ വയ്യ. വയറ് നിറയെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഷാർജയിലേക്കും ഇസ്മായിൽ ഷായും കുടുംബവും അജ്മാനിലെ തന്നെ തൻ്റെ വില്ലയിലേക്ക് യാത്ര പറഞ്ഞു പിരിഞ്ഞു. ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലിനിടയിൽ ഇത്തരം കണ്ടുമുട്ടലുകൾ, കൂടിച്ചേരലുകളൊക്കെ മനസ്സിനും ശരീരത്തിനും തരുന്ന ഊർജ്ജം ചെറുതല്ല. ഓരോ കൂടിച്ചേരലുകളും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നു.